ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എന്റെ ഗുരുതുല്യരായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ഒരു മഹത്തരമായിട്ട് ഈശ്വരീയമായിട്ടുള്ള ഈ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ അമ്മമാർക്ക്, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു പരിപാടിയെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുമ്പിൽ സ്വാമിജിമാരും മഹത് വ്യക്തികളും നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചു. നമ്മൾക്ക് ഇരിക്കുന്ന നമ്മളെല്ലാവരും മഹാഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മൾ. കാരണം നമ്മൾക്കറിയാം, പല മഹാന്മാരും പല കവികളും പാടിയിട്ടുണ്ട്. പുല്ലായിട്ടാണെങ്കിലും ഈ മണ്ണിൽ പുലരാൻ ഉദിച്ചെങ്കിൽ, പുല്ലായിട്ടാണെങ്കിൽ ഈ മണ്ണിൽ എനിക്കൊരു ജന്മം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് മഹത് വ്യക്തികളുടെ നാടാണ് ഈ നാട്. പക്ഷെ നമ്മൾക്കറിയാം, ഇനി ഒരു ജന്മം കിട്ടുക എന്ന് ഭാഗ്യം കിട്ടിയ ആളുകൾക്ക് സാധിക്കുള്ളൂ. പക്ഷെ ഒരു മനുഷ്യ ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭാഗ്യം കിട്ടിയ ആളുകൾക്ക് മനുഷ്യ ജന്മം കിട്ടുള്ളൂ. പക്ഷെ അതുമാത്രമല്ല, എന്തിനു വേണ്ടിയാണ് മനുഷ്യജന്മം? നമ്മൾ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ മഹാഭാഗ്യം കിട്ടിയ ആളുകളാണ്. നമ്മൾ ശരിക്കും സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ പൂജിച്ച് ഈശ്വരനാവുക എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. കാരണം ഒരു ഈശ്വരൻ ചെയ്യുന്നത് എന്താണ്? അധർമ്മത്തെ മാറ്റി ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ അവതരിച്ചിരിക്കുന്നത്. ആ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആ ഈശ്വരൻ ചെയ്യുന്നത് ആ കാര്യം തന്നെ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഈ മണ്ണില് അതിനൊരു അവസരം നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗവത സത്രത്തിലൂടെ നമ്മൾക്ക് മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് നമുക്കറിയാം, ശക്തിയുള്ളവന് ലോകം അംഗീകരിക്കണം. നമ്മൾ ഈ സത്രത്തിലൂടെ നമ്മൾക്ക് മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും എല്ലാ തരത്തിലുള്ള ശക്തി നമ്മൾക്ക് ആവാഹിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പരിപാടിയിലൂടെ, ഈ സത്രത്തിലൂടെ ഇത് നമ്മുടെ നന്മയ്ക്കും അതുപോലെ കുടുംബത്തിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഇത് ഉപകരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈശ്വരന്മാര് തന്നെയാണ്. അതുകൊണ്ട് ഈ മഹത്തരമായ ഭാഗ്യം നേരത്തെ സന്യാസിമാർ പറഞ്ഞ പോലെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കിട്ടിയില്ല. ഈ മേനോമ്പാറ എന്നുള്ള പ്രദേശത്ത് നമ്മൾക്കാണ് ഇതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ജനിച്ചത്, ആ കാര്യം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗവത സത്രത്തിലൂടെ നമ്മൾ നിരവധി ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ നമ്മളെ ഈശ്വരൻ നമ്മൾക്കൊരു ജോലി തന്നിരിക്കുകയാണ്. നീ ജനിച്ചത് ഇതിനു വേണ്ടിയാണ്, ആ കാര്യം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്ന ഒരു മനസ്സോടുകൂടി നമ്മൾ മുഴുവൻ സമാജത്തെയും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും, ഞാൻ പറയാൻ കാരണം, നമ്മൾക്ക് ഇനി വരും തലമുറ എന്ന് പറയുന്ന തലമുറയുടെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. നമ്മളെല്ലാവരും പത്രങ്ങളും ടെലിവിഷനും കാണുന്ന ആളുകളാണ്. ഈ പരിപാടികളിൽ പ്രായമായ ആളുകൾ മാത്രമല്ല വരേണ്ടത്. സാധാരണ ഒരു പരിപാടിക്കും വരുന്ന സമയത്ത്, എല്ലാ നാമകീർത്തനം നടക്കുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രായമായ അമ്മമാരും അച്ഛന്മാരെയോ കാണാൻ സാധിക്കുക. പക്ഷെ അത് പോരാ. നമ്മൾ യുവതികളായിട്ടുള്ള ആളുകളും യുവാക്കന്മാരായിട്ടുള്ള ആളുകളും കുട്ടികളും ഈ പരിപാടിയിൽ നിറയെ വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് സ്വാഗത സംഘവും നമ്മളെല്ലാവരും കൂടി ഇരുന്നത് ആലോചിച്ച് ഈ ഒരു പരിപാടി വലിയൊരു മഹത്തരമായിട്ടുള്ള യുവാക്കന്മാരെ കൊണ്ട് നിറയണം. എന്നാൽ മാത്രമേ സമാജത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഈശ്വരൻ നിശ്ചയിക്കുന്ന കാര്യം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് ഈ ഒരു പുണ്യ ദിവസം നമ്മൾക്ക് അതിനുവേണ്ടി സർവശക്തനായ ജഗദീശ്വരൻ ഭഗവാൻ കൃഷ്ണൻ നമ്മൾക്ക് അതിനുവേണ്ട എല്ലാ ശക്തിയും ബുദ്ധിയും സമയവും നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു സമയം, കിട്ടിയ സമയം നമ്മളത് വിനിയോഗിക്കണം. ഇത് ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ വേദിയിലും സദസ്സിലും എത്രയാണ് ആളുകൾ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മുടെ സമാജത്തിന് ആ ഒരു അവസരം, സേവിക്കാനുള്ള അവസരം നമ്മൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് ശക്തി പകരാൻ വേണ്ടി എന്താണോ നമ്മുടെ ലക്ഷ്യം, അതിനുവേണ്ടി 100% എന്നിലാവുന്നതിനപ്പുറം എനിക്കും എന്റെ സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീതമായി നമസ്കാരം.